ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. സോ ഇന്നത്തെ ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഓക്കെ, ഞാനൊരു എക്സാക്ട്ലി ഒരു ഫേക്ക് ബ്രേക്കൗട്ടാണ് ക്യാച്ച് ചെയ്തത്. ഇന്നത്തെ ട്രേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ട്രേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിന് മുന്നേ ഞാൻ ഓർഡർ ബുക്ക് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ പ്രോഫിറ്റ്. ഇന്നൊരു ഓപ്ഷൻ ബൈ ആണ് ചെയ്തത്. എന്തുകൊണ്ട് ഓപ്ഷൻ ബൈ ചെയ്തു അത് ഞാൻ പറയാം. ഇവിടെ നോക്കിയാൽ കാണാം. അതായത് 750 ക്വാണ്ടിറ്റി 165 ബൈ ചെയ്ത് 175 ഓൾമോസ്റ്റ് ഒരു 10 പോയിൻ്റ് ക്യാച്ച് ചെയ്ത് എക്സിറ്റ് ചെയ്യാണ് ചെയ്തത്. ഈ ട്രേഡിൽ ഏകദേശം ഒരു 7500 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിന് മുന്നേ ഞാനൊരു 3 ട്രേഡ് എടുത്തിരുന്നു. 2 എണ്ണം ബാങ്ക് നിഫ്റ്റിയിലും ഒരെണ്ണം നിഫ്റ്റിയിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക തന്നെയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി ചാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്തുകൊണ്ടാണ്, ഏതൊക്കെയാണ് ഈ 3 ട്രേഡുകൾ എന്ന്. ഇവിടെ നോക്കിയാൽ കാണാം. ഫസ്റ്റ് നിഫ്റ്റിയിൽ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അതായത് 10.5 ക്യാൻഡലിൻ്റെ ക്ലോസിൽ നിഫ്റ്റിയിൽ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാണ്. ഈ ക്യാൻഡലിൻ്റെ ക്ലോസിൽ, അതായത് 10 മണിയുടെ ക്യാൻഡിൽ 10:05 ക്ലോസ് ആവും. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ മുകളിൽ നിന്നൊരു ട്രെൻഡ് ലൈൻ കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ അതിൽ അവിടെ നല്ലൊരു മൊമെൻറ്റം, അതായത് ഈ 10:30 ക്യാൻഡിലുണ്ടായ മൊമെൻറ്റം ഈ 10 മണിയുടെ ക്യാൻഡിലുണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഇവിടെ ഷോർട്ട് ചെയ്തത്. പക്ഷേ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. മാർക്കറ്റ് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ പ്രീമിയം ഒട്ടും താഴോട്ട് വരുന്നുണ്ടായിരുന്നില്ല. സോ പ്രീമിയം മുകളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അത് പ്രീമിയത്തിൻ്റെ വില കൂടുകയാണ് ചെയ്തത്. ഞാൻ സെല്ല് ചെയ്തിരിക്കുകയാണ്. സോ പ്രീമിയത്തിൻ്റെ വില താഴോട്ട് വന്നാൽ മാത്രമേ എനിക്ക് പ്രോഫിറ്റ് ആവൂ. അതുകൊണ്ട് തന്നെ അത് കോസ്റ്റിൽ ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, അടുത്ത് ഞാൻ എൻ്റെ പൊസിഷൻ ബാങ്ക് നിഫ്റ്റിയിൽ റിവേഴ്സ് ചെയ്തു. അതായത് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തു. 15 ക്വാണ്ടിറ്റി ആദ്യം സെല്ല് ചെയ്തു, പിന്നെ ഒരു 45 ക്വാണ്ടിറ്റി കൂടെ സെല്ല് ചെയ്തു. അങ്ങനെ ടോട്ടൽ 60 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ സെല്ല് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം. ഈ ഗ്രീൻ ക്യാൻഡിൻ്റെ ക്ലോസ് കഴിഞ്ഞിട്ടാണ് ഞാൻ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തത്. പക്ഷേ അതും സെയിം ആയിരുന്നു. പ്രീമിയം ഒട്ടും വീഴുന്നുണ്ടായിരുന്നില്ല. ഈ 2 ഗ്രീൻ ക്യാൻഡിലൊക്കെ കാണിച്ചിട്ടും പ്രീമിയം ഒട്ടും താഴേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. സോ അതും അവിടെ എക്സിറ്റ് ചെയ്തിട്ട് അടുത്ത് ചെയ്തത് കോൾ ഓപ്ഷൻ ബൈ ആണ്. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ബിഗ് ബാർ ബ്രേക്കൗട്ട് തന്നതിന് ശേഷം, ഈ കണ്ടില്ലേ, അതായത് 10:25 ക്യാൻഡിൽ ബ്രേക്കൗട്ട് തന്നതിന് ശേഷം ഞാൻ ബാങ്ക് നിഫ്റ്റി, കാരണം നിഫ്റ്റിയിൽ ആഫ്റ്റർ ബ്രേക്കൗട്ട് ആയതുകൊണ്ട് തന്നെ അതൊരു ഹയർ പ്രൈസിലാണ് ബൈ ചെയ്യുന്നത്. ഓപ്ഷൻ ബൈയിങ്ങിൽ എപ്പോഴും ലോവർ പ്രൈസിൽ ബൈ ചെയ്യുന്നതാണ് നല്ലത്. സോ ലോവർ പ്രൈസിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിലാണ് കോൾ ഓപ്ഷൻ ബൈ ചെയ്തത്. എക്സാക്ട്ലി ഞാൻ ബൈ ചെയ്ത ഉടനെ തന്നെ ഒരു റെഡ് ക്യാൻഡിൽ അവിടെ ഫോം ചെയ്ത് വരുന്നതാണ് നെക്സ്റ്റ്. സോ അത് കണ്ടിട്ട് ഞാൻ ചെറിയൊരു ലോസിൽ ഇറങ്ങി. അതായത് 696 ബൈ ചെയ്ത് 683 ഓൾമോസ്റ്റ് 13 പോയിൻ്റ് ലോസിൽ അത് ബുക്ക് ചെയ്തു. അതിലൊന്ന് എക്സിറ്റായി. അത് കഴിഞ്ഞിട്ടാണ് നിഫ്റ്റിയിൽ ഫേക്ക് ബ്രേക്കൗട്ട് കൺഫേം ആയതിന് ശേഷം ഒരു ട്രേഡ് എടുത്തത്. അതായത് ഈ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു ട്രേഡ് എടുത്തു. 750 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ആണ് ചെയ്തത്. എന്തുകൊണ്ട് ബൈ ചെയ്തു എന്ന് ചോദിച്ചാൽ, കാരണം ഓപ്ഷൻ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇന്ന് വിക്സ് കൂടിയതുകൊണ്ട് തന്നെ ഓപ്ഷൻ പ്രൈസ് കൂടുകയാണ് ചെയ്തത്. സോ ഇന്ന് ഓപ്ഷൻ സെല്ലിങ്ങിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഓപ്ഷൻ ബൈയിങ് ആയതുകൊണ്ടാണ് ഓപ്ഷൻ ബൈ ചെയ്തത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം. ഏകദേശം 65-75 പോയിൻ്റ് എടുത്ത് ആ ട്രേഡിൽ എക്സിറ്റ് ആയി. പക്ഷേ ആ ട്രേഡ് 10 പോയിൻ്റ് അല്ല തന്നത്, ഏകദേശം 50 പോയിൻറ്റ്സ് എബോ തന്നിട്ടുണ്ടായിരുന്നു. സോ അതൊന്നും നമ്മുടെ വിഷയമല്ല. കണ്ടില്ല, ഞാനിവിടെ എൻട്രി പ്രൈസ് ഒരു ബ്ലൂ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്.
164. സ്റ്റോപ്പ് ലോസ് 10 രൂപയായിരുന്നു, അതുകൊണ്ട് തന്നെ 10 രൂപ ടാർഗറ്റ് ബുക്ക് ചെയ്തു, എക്സിറ്റായി. ഓക്കെ, ഇതാണ് ഇന്നത്തെ ട്രേഡ്. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.